മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് മീന. ബാലതാരമായി സിനിമയിലെത്തിയ മീന തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 4-ാം വയസ്സിൽ അഭിനയം തുടങ്ങിയ മീന മലയാളത്തിനു പുറമെ അന്യഭാഷകളിലും ഒരുപോലെ നായികയായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അപൂർവ നടിമാരിൽ ഒരാളും മീന തന്നെയാണ്. പൃഥ്വിരാജിന്റെ അടക്കം അമ്മ വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ള നടി ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥിനിയായി അഭിനയിക്കുകയാണ്. പുതിയ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി അഭിമുഖങ്ങളിലാണ് മീന ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് മീന പങ്കെടുത്ത ഒരു ഇന്റർവ്യൂവിൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെ, മോഹൻലാലിനെ കുറിച്ച് മീന പറയുകയുണ്ടായി. താൻ പല ഭാഷകളിൽ നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആക്ടേഴ്സിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് മലയാളത്തിലെ ആക്ടേഴ്സ് എന്നാണ് മീന പറയുന്നത്. താൻ തമിഴിലെയും തെലുങ്കിലെയും അഭിനേതാക്കളെ സാർ എന്നാണ് വിളിക്കാറ്. എന്നാൽ മലയാള സിനിമയിലെ നടന്മാരെ സാർ എന്ന് വിളിച്ചപ്പോൾ അവർ ആ വിളി തിരുത്തി അങ്ങനെ വിളിക്കരുതെന്ന് തന്നോട് പറഞ്ഞെന്നും മീന പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവരെ അങ്ങനെ വിളിക്കരുതെന്നാണ് പറയുക. സാർ എന്ന് വിളിക്കരുത്, മമ്മൂക്ക എന്ന് വിളിക്കൂ, ലാലേട്ടൻ എന്ന് വിളിക്കൂ, എല്ലാവരും അങ്ങനെയാണ് വിളിക്കുകയെന്നാണ് ഇരുവരും പറയുന്നത്. ആദ്യം തനിക്കത് ശീലമല്ലായിരുന്നു, കാരണം താൻ ഇതുവരെ അവരെ അങ്ങനെ വിളിച്ചിട്ടില്ലായിരുന്നു എന്നാണ് മീന പറയുന്നത്. ആദ്യം തനിക്ക് ആ വിളി അൺകംഫർട്ടബിൾ ആയിരുന്നെന്നും അറിയാതെ സാർ എന്നൊക്കെ വിളിക്കുമ്പോൾ അവരപ്പോൾ തന്നെ ആ വിളി തിരുത്തി വിളിപ്പിക്കുമെന്നും പിന്നീട് അതൊരു ശീലമായാണ് മമ്മൂക്ക എന്നും ലാലേട്ടൻ എന്നും വിളിക്കാറുള്ളതെന്നും മീന പറഞ്ഞു. തനിക്ക് റിയൽ ലൈഫിൽ ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും സിനിമയിൽ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും മകളുടെ സിനിമാ അഭിനയത്തെക്കുറിച്ചും മീന അഭിമുഖത്തിൽ പറയുകയുണ്ടായി. വിജയ ചിത്രമായ തെറിയിലൂടെ ശ്രദ്ധേയയായ നൈനിക വിദ്യാസാഗറാണ് മീനയുടെ മകൾ. 2022 ജൂൺ 28-നാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിക്കുന്നത്. ഭർത്താവ് വിദ്യാസാഗറിന്റെ മരണശേഷം പല ഗോസിപ്പ് കോളങ്ങളിലും മീനയുടെ പേര് പറയുകയുണ്ടായി. എന്നാൽ ഇതിനെതിരെയെല്ലാം നടി ശക്തമായി തന്നെ അന്ന് പ്രതികരിച്ചിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് മീന വീണ്ടും മലയാള സിനിമയിലേക്ക് നായികയായി എത്തുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.